LDF സ്ഥാനാർത്ഥിയായ സത്യൻ മൊകേരി മാധ്യമങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഓരോ പ്രതികരണങ്ങളും ഇനി വയനാട്ടിൽ നിന്നും വരേണ്ടതായിരിക്കുന്നു. നമുക്ക് ചേലക്കരയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അവിടെ നിന്ന് അരുൺ അമൃതനാഥും ഷിനോജും ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഷിനോജ്, ഈ വയനാടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ഫൈറ്റ് ശരിക്കും നടന്നത് ഈ ചേലക്കര മണ്ഡലത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടുത്തെ ഓരോ പ്രദേശത്തെയും ക്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും വികസനം കാര്യമായ രീതിയിൽ ചർച്ച ചെയ്ത മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചേലക്കരയാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും. എങ്ങനെയുണ്ടായിരുന്നു ഈ വോട്ടിംഗ് ദിനം? പൂജ, അതായത് ചേലക്കരയിലേത് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആത്മാഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ് മൂന്ന് മുന്നണികൾക്കും. LDFനെ സംബന്ധിച്ച് അവരുടെ കോട്ട തകരാൻ പാടില്ല. UDFനെ സംബന്ധിച്ച് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സ്ഥാപിക്കണം. BJPക്ക് അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കണം. അത്തരത്തിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഇടതുകോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പ്രതീതി ഉണ്ടാകുന്നു. അത് വോട്ടിങ്ങിലും പ്രതിഫലിച്ചു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവസാനം കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് 73% കണക്കുകൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. താരതമ്യേന ഒരു ഉപതെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച് അത് ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്ക് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് ബൂത്തുകളിലെല്ലാം കടന്ന പൾസ് മനസ്സിലാക്കിയ ഷിനോജ് ST കൂടെ നമ്മോടൊപ്പം ചേരുന്നു. 73-75 വരെ എത്താവുന്ന രീതിയിലുള്ള ഒരു പോളിംഗ് അതെങ്ങനെയായിരിക്കും? ഏത് മുന്നണികളുടെയൊക്കെ സാധ്യതകളായിരിക്കും പോളിംഗ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഷിനോജെ? അവസാന കണക്കനുസരിച്ച് നിലവിലെ പോളിംഗ് എന്ന് പറയുന്നത് 6:29 വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഔദ്യോഗികമായ കണക്കാണ്. അത് 72.22 ഔദ്യോഗിക കണക്ക്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴും പലയിടത്തും ക്യൂ ഉണ്ട്. തളിയിലും ദേശമംഗലത്ത് ഉൾപ്പെടെ പല ബൂത്തുകളിലും അവരെ നീണ്ട നിര കാണുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ 72 എന്ന് പറയുന്നത് 73-73.5 പോകാൻ സാധ്യതയുണ്ട്. പിന്നെ 1375 അസന്നിഹിത വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ചേർത്ത് വരുമ്പോൾ 74, അത് ഒരുപക്ഷെ 74 കടന്നു പോകാനുള്ള സാധ്യതയാണ്. ഇനി ഈ മൂന്ന് മുന്നണികളുടെ പ്രതീക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് നോക്കുമ്പോൾ അന്നത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 77.44 ആയിരുന്നു. അതായത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ കെ രാധാകൃഷ്ണൻ 39,400 വോട്ടിന് ജയിച്ച ആ മത്സരത്തിൽ അന്ന് ഇവിടെ നേടിയത് 77.4 ആയിരുന്നു പോളിംഗ് ശതമാനം. 2016 നിയമസഭയിലേക്ക് എത്തുമ്പോൾ അന്ന് പ്രദീപ് ആയിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി. ആ പ്രദീപ് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. ആ കണക്കെന്ന് പറയുന്നത് 79.21. ഇതിൽ മറ്റൊരു കൗതുകം നിറഞ്ഞൊരു കണക്കെന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അന്ന് കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും മത്സരിക്കുന്ന സമയത്ത് ചേലക്കരയിലെ ഒരു കണക്കെന്ന് പറയുന്നത് 72%. അപ്പോൾ ഈ കണക്ക് പോളിംഗ് ശതമാനം വെച്ച് ഈ മൂന്ന് മുന്നണികൾക്കും അവർ കൂട്ടിക്കുഴച്ചിലൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ CPMന്റെ നേതാക്കളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ കണക്കുകളൊന്നും തന്നെ ഒരു പൊരുത്തക്കേടുകൾ അവർ കാണുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് 6500 വോട്ടുകൾ അവർ പുതുതായി ചേർത്താണ്. പക്ഷേ ആ വോട്ടുകളിൽ പലതും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ നിലവിലെ ഈ പോളിംഗ് ശതമാനം വെച്ച് ഒരു തീരുമാനത്തിലേക്കും ഒരു പ്രതീക്ഷകളിലേക്കും ഒരു സൂചനകളിലേക്കും ഒരു അനുമാനത്തിലേക്കും എത്താൻ നമുക്ക് കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അത്തരത്തിൽ ചേലക്കര ഇപ്പോഴും ഒരു പിടി തരുന്നില്ല. ശാന്തമാണ് ചേലക്കര. പക്ഷേ ഉള്ളിൽ കലുഷിതമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പോളിംഗും വ്യക്തമാക്കിയിരിക്കുന്നത്. പൂജ, തീർച്ചയായും വലിയൊരു സസ്പെൻസ് എന്തായാലും ചേലക്കര മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ചേലക്കരയിൽ 72.2, വയനാട്ടിൽ 64.53%. ഇങ്ങനെയാണ് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്.